സയൻസും മതവും രണ്ടാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകം ഒരു വലിയ പൊട്ടിത്തെറിയിൽ നിന്ന്, ഒരു ബിഗ് ബാങ്ങിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. മേ ബി നിങ്ങളതിൽ വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാത്ത ഒരാളായിരിക്കാം. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ഥലം നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. അതിനു മുമ്പ് ഞാൻ രണ്ട് വ്യക്തികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്ന് ലൂയിസ് ഡി ബ്രോഗ്ലി, രണ്ട് നീൽസ് ബോർ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തകർന്നു പോയ യൂറോപ്പ് ആ തകർച്ചയിൽ നിന്ന് തിരിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയം, തകർന്നു കിടക്കുന്ന യൂറോപ്പിൽ ശാസ്ത്രീയമായ ഒരുപാട് വികസനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ചില പ്രമുഖരായ ശാസ്ത്രജ്ഞർ ചേർന്ന് 1954 സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ ഒരു ശാസ്ത്രീയ കേന്ദ്രമുണ്ടാക്കി, സേൺ. അന്ന് അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കുന്ന സമയത്ത് ലക്ഷ്യങ്ങളായി പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഇന്നവർ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, ഞാനിനി ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിരുന്നു, അതായത് ശാസ്ത്രവും മതവും രണ്ടാണോ എന്ന്. അത് ഞാൻ വെറുതെ ചോദിച്ചതല്ല, അതിനൊരു വ്യക്തമായ കാരണമുണ്ട്. നമ്മുടെ ഈ പ്രകൃതിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കുന്ന, അല്ലെങ്കിൽ പ്രകൃതി എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ഈ ഒരു വലിയ ശാസ്ത്ര കേന്ദ്രമായ സേണിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളവിടെ കാണാൻ പോകുന്നത് വലിയൊരു ശാസ്ത്രീയ ലാബോ അല്ലെങ്കിൽ പുതിയതായി കണ്ടുപിടിച്ച എന്തെങ്കിലും ശാസ്ത്രീയ ഉപകരണങ്ങളൊന്നുമല്ല. നിങ്ങൾ ആദ്യം കാണാൻ പോകുന്നത് വിനാശത്തിന് ദൈവമെന്ന് പറയപ്പെടുന്ന ശിവന്റെ സംഹാര നടരാജ രൂപമാണ്. വെയിറ്റ്, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രീയ കേന്ദ്രത്തിൽ ഒരു ഹൈന്ദവ മതത്തിലെ, അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ദൈവത്തിന്റെ പ്രതിമയോ? യെസ്. എന്തുകൊണ്ടായിരിക്കും ഈ 2026 ശാസ്ത്രം ഇത്രയും വളർന്നു എന്ന് പറയുന്ന ഈ 2026 ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരെന്ന് പറയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാർ ഒരു മതത്തിന്റെ ദൈവത്തിന്റെ പ്രതിമയുടെ മുന്നിൽ തലകുനിക്കാൻ തയ്യാറാവുന്നത്? ഈ പ്രപഞ്ചം ചില കോഡുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ആ കോഡുകൾ തകർത്ത് മറ്റൊരു ലോകത്തിലേക്കുള്ള വാതിൽ തുറക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ ശാസ്ത്രജ്ഞർ എന്ന് എത്ര പേർക്കറിയാം? എന്നാൽ അങ്ങനെ തുറക്കപ്പെടുന്ന വാതിൽ പഴയ പുരാതന ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്ന ആകാശ അഥവാ ശൂന്യതയിലേക്കാണെങ്കിലോ? ലോകം ഒരുപോലെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ശാസ്ത്ര കേന്ദ്രത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അവിടെ സ്ഥാപിച്ചിട്ടുള്ള ശിവന്റെ പ്രതിമയുടെ പിന്നിലെ രഹസ്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയി പറയുന്ന ഒരു വീഡിയോ ആണിത്. അടുത്ത കുറച്ച് മിനിറ്റുകൾ ചിലപ്പോൾ നിങ്ങളുടെ പല ചിന്തകളെയും മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. സോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഈ ഒരു വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത് യഥാർത്ഥത്തിൽ ആ ശാസ്ത്രീയ കേന്ദ്രത്തിനുള്ളിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. സ്വിറ്റ്സർലാൻഡിനും ഫ്രാൻസിനും അതിർത്തിയിലുള്ള പ്രദേശത്തെ അണ്ടർഗ്രൗണ്ടിലാണ് ഈ വലിയൊരു ശാസ്ത്രീയ ലാബ് ഉള്ളത്. ആ ലാബിൽ വെച്ചുകൊണ്ട് വളരെ ചെറിയ രണ്ട് കണികകളെ തമ്മിൽ വളരെ വേഗത്തിൽ കൂട്ടിയിടിപ്പിച്ച് ആ സമയത്ത് പുറത്തു വരുന്ന ഫ്രീക്വൻസികളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നടക്കുന്ന പരീക്ഷണങ്ങൾക്കിടയിലാണ് വളരെ വിചിത്രമായൊരു കാര്യം അവർ കണ്ടെത്തുന്നത്. പ്രപഞ്ചത്തിലുള്ള ഓരോ ചെറിയ ആറ്റവും ഒരു പ്രത്യേക താളത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ലൈക്ക് ഡാൻസിങ്. ഇതിനെയാണ് ക്വാണ്ടം ഫീൽഡ് തിയറി എന്ന് പറയുന്നത്. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഹൈന്ദവ വേദത്തിൽ പറയപ്പെടുന്ന ശിവാണ്ഡവം ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. സേണിന്റെ മുൻ ഡയറക്ടർ ജനറൽ ആയിരുന്ന സെർജിയോ ബെർട്ടലൂച്ചി ഒരിക്കൽ ഒരു ഞെട്ടിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. അത് ഇങ്ങനെയായിരുന്നു: വി ആർ ഓപ്പണിംഗ് എ ന്യൂ ഡോർ ടു എ ന്യൂ വേൾഡ്. ഞങ്ങൾ പുതിയ ലോകത്തിലേക്കുള്ളൊരു വാതിൽ തുറക്കാൻ പോവുകയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് മറ്റൊരു ഡൈമെൻഷനെ കുറിച്ചാണെന്നും നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്കുള്ള വാതിലിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്ന രീതിയിലെല്ലാം വാർത്തകൾ വരാൻ തുടങ്ങി. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് മറ്റൊന്നായിരുന്നു എന്നും ഇതുവരെ കാണാത്ത, ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത ചില പരീക്ഷണങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്നും തിരുത്തി പറയുകയുണ്ടായി. പക്ഷേ ഇതുകൊണ്ട് മാത്രം ആ ശാസ്ത്ര ലോകത്തെക്കുറിച്ചുള്ള നിഗൂഢതകൾ അവസാനിച്ചില്ല. ഇതിലേറെ ഗൗരവമുള്ള ചില കാര്യങ്ങളായിരുന്നു പിന്നീട് ആ ശാസ്ത്ര കേന്ദ്രത്തെക്കുറിച്ച് പുറത്തു വന്നത്. 2016 ഈ ശാസ്ത്ര കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ഇന്റർനെറ്റിൽ പ്രചരിച്ചിരുന്നു. ഇതിനകത്തുള്ള ശിവപ്രതിമയ്ക്ക് മുന്നിൽ ഒരു സ്ത്രീയെ ബലി കഴിക്കുന്ന വീഡിയോ ആയിരുന്നു അത്.
ഈ വീഡിയോയും വലിയ രീതിയിൽ ചർച്ചയായ സമയത്ത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു പ്രാങ്ക് വീഡിയോ ആണെന്നും ഒരു ഫേക്ക് റിച്വലിനെ കുറിച്ചുണ്ടാക്കിയ ഒരു തമാശ പോലെയുള്ള വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചു. എന്നാൽ അത് വെറുമൊരു തമാശയായിരുന്നു. പുരാതന കാലങ്ങളിൽ പുതിയ ലോകത്തേക്കുള്ള പോർട്ടൽസ് അല്ലെങ്കിൽ വാതിലുകൾ തുറക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിരുന്ന പല ആചാരങ്ങൾക്കും ഇതുമായി നല്ല ചായകാശലുണ്ട്. അങ്ങനെ വരുമ്പോൾ സെർജിയോ ബെർട്ടലൂച്ചി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിക്കും ഒരു പുതിയ ലോകത്തെക്കുറിച്ച് തന്നെ ആയിരിക്കുമോ? ശിവൻ എന്ന വാക്കിന്റെ ഒരർത്ഥം വരുന്നത് ദ വോയിഡ് എന്നാണ്, അതായത് ഇല്ലാത്തത് എന്നർത്ഥം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, അക്കാശ അഥവാ ശൂന്യത. സെർജിയോ ബെർട്ടലൂച്ചി പറഞ്ഞ ആ ഒരു പുതിയ ലോകത്തെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റും ശിവൻ എന്ന വാക്കിന്റെ അർത്ഥവും ബലികർപ്പിക്കുന്ന വീഡിയോയും കൂടി കണക്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ പുതിയൊരു ലോകത്തിലേക്കുള്ള അല്ലെങ്കിൽ ശൂന്യതയിലേക്കുള്ള വാതിൽ തുറക്കുന്നതിനെ പറ്റി തന്നെ ആയിരിക്കുമോ അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടാവുക? അങ്ങനെ തുറക്കുന്ന വാതിലിലൂടെ അവർ വിളിച്ചു വരുത്തുന്നത് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ശക്തിയായിരിക്കുമോ? 2026 ഇന്ന് സേൺ അവരുടെ പരീക്ഷണങ്ങൾ 10 ഇരട്ടി ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ 95% വരുന്ന അദൃശ്യ ശക്തിയായ ഡാർക്ക് മാറ്ററിനെ തന്നെയാണ്. ശിവന്റെ 3ാം കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ലോകം ഭസ്മമായി പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സേണിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ വിള്ളലുകൾ വരുത്തുമെന്ന് ഓൾറെഡി ഒരുപാട് ശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രപഞ്ചത്തിന് പിന്നിലെ രഹസ്യം കണ്ടെത്താൻ വേണ്ടി അഹങ്കാരത്തോടെ ശാസ്ത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാശത്തിലേക്കാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? അറിവ് ആപത്താകുന്ന ഒരു കാലത്തിലേക്ക് നമ്മുടെ ഈ ലോകം എത്തിയിട്ടുണ്ടോ? ഇത്രയും പറഞ്ഞതിന് ശേഷം ഈ വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ച അതേ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. ശാസ്ത്രവും മതവും രണ്ടും രണ്ടാണോ? അതോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയുള്ള വീഡിയോസിന് വേണ്ടി, ടോപ്പിക്കുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് see you in the next video.